ഇന്ന് ഗോട്ട് മിൽക്കിൻ്റെ ഒരു സോപ്പ് ഉണ്ടാക്കാം. ഇത് ഗോട്ട് മിൽക്കിൻ്റെ ബേസാണ് കേട്ടോ. അതിനാവശ്യമായ അലോവേറ ജെല്ല്, ഒലിവ് ഓയിൽ, ഫ്രാഗ്രൻസ് ഓയിൽ, വൈറ്റമിൻ ഇ. ഇതുപയോഗിച്ചിട്ടാണ് നമ്മൾ ഗോട്ട് മിൽക്കിൻ്റെ സോപ്പ് ഉണ്ടാക്കുന്നത്. ഫ്രാഗ്രൻസ് ഓയിൽ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിന്ന് മസ്കിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഗോട്ട് മിൽക്കിൻ്റെ ബേസ് കട്ട് ചെയ്ത് മെൽറ്റ് ചെയ്തിട്ട് വരാം. ഡബിൾ ബോയിൽ മെത്തേഡിലാണ് ബേസ് ഞാൻ മെൽറ്റ് ചെയ്യുന്നത്. അത് പെട്ടെന്ന് മെൽറ്റ് ആവുന്നതിന് വേണ്ടി ചെറുതായിട്ട് കട്ട് ചെയ്യണം. സോപ്പ് ബേസ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യണില്ല, മിൽക്കൊന്നും ആഡ് ചെയ്യുന്നില്ല. ഈ ബേസ് ഗോട്ട് മിൽക്കിൻ്റെ ബേസാണ്. അതുകൊണ്ട് വേറെ വെള്ളമൊന്നും മിൽക്കൊന്നും ആഡ് ചെയ്യുന്നില്ല. വെള്ളം ചൂടായി വരണുണ്ട്. ബേസ് നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതവിടെ ഇരുന്ന് മെൽറ്റ് ആവട്ടെ, നമുക്ക് എന്നിട്ട് നോക്കാം. ഗോട്ട് മിൽക്കിൻ്റെ ബേസ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത് മെൽറ്റായി വരാനായിട്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ട്. നല്ല കട്ടിയായിട്ടാണത് വന്നേക്കുന്നത്. ഇത് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ മുകൾ വശത്തുണ്ടല്ലോ കുറച്ച് കട്ടിയായിട്ട് തന്നെയായിട്ട് ഇരിക്കുന്നത്, ഒരു പാട പോലെ കെട്ടി വന്നേക്കാണ്. ഇതിലേക്ക് അലോവേറ ജെല്ല്, വൈറ്റമിൻ ഇ, ഒലിവ് ഓയിൽ ഇതിൻ്റെ മിക്സ് ഒഴിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു 10 തുള്ളി ഫ്രാഗ്രൻസ് ഓയിൽ ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊക്കെ മാറ്റുമ്പോഴേക്കും അതിൻ്റെ മുകളിലൊരു പാട പോലെ വരുകയാണ്. മോൾഡെല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. മോൾഡിലേക്ക് മാറ്റാം. ഇതവിടെ ഇരുന്നൊന്ന് സെറ്റാവട്ടെ. ഒരു 3 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് നോക്കാം. ഗോട്ട് മിൽക്കിൻ്റെ സോപ്പ് ഡീമോൾഡ് ചെയ്യാണ്. രണ്ട് സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഡീമോൾഡ് ചെയ്യണം. സോപ്പ് ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം. ബേസ് ആവശ്യമുള്ളവരും വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.